ബിഗ് ബോസ് മലയാള സീസൺ 7 അങ്ങനെ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലിലെ ആദ്യത്തെ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആദ്യത്തെ ടാസ്ക് ആരാണ് ജയിച്ചതെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യം കാണും, എപ്പിസോഡ് കാണാത്തവർക്ക്. ആദ്യത്തെ ടാസ്ക് തൂക്കിയിരിക്കുന്നത് ആര്യനാണ്. അതായത് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്ന ആര്യനാണ്. നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ രണ്ട് കൈയും പിടിച്ച് ആ ഒരു സ്റ്റാൻഡിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം. ഭയങ്കര പാടാണ്. കുറച്ച് കഴിയുമ്പോൾ മസിലൊക്കെ കയറി പിടിക്കും. ഇടയ്ക്ക് നമ്മുടെ ആദിലേരെ കയ്യിലെ മസിലൊക്കെ പിടിച്ചെടുത്ത് തൂക്കിയെടുത്ത് നേരെ കൺഫെഷൻ റൂമിലേക്കൊക്കെ കൊണ്ടുപോയി. സോ നമുക്ക് ഓരോരുത്തരുടെയും പോയിന്റ് നോക്കാം. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആർക്കാണെന്ന് നോക്കാം. ആദ്യം ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയത് നമ്മുടെ ഷാനവാസ് ആണ്. ഷാനവാസിന് 1 പോയിന്റേ കിട്ടുള്ളൂ. രണ്ടാമത് ക്വിറ്റ് ചെയ്തത് നെവിനാണ്, 2 പോയിന്റ്. നെവിൻ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകിയിട്ടൊക്കെ ഉണ്ടേ. മൂന്നാമത് അനീഷ് ക്വിറ്റ് ചെയ്തു, 3 പോയിന്റ് കിട്ടും. നാലാമത് അക്ബർ ക്വിറ്റ് ചെയ്തു, 4 പോയിന്റ് കിട്ടും. അഞ്ചാമത് ആദില ക്വിറ്റ് ചെയ്തു, 5 പോയിന്റ് കിട്ടും. ആറാമത് അനുമോളാണ് വിട്ടത്, 6 പോയിന്റ് കിട്ടും. ഏഴാമത് നൂറയാണ്, നൂറയ്ക്ക് 7 പോയിന്റും. എട്ടാമത് കൈവിട്ട സാബുവിന് 8 പോയിന്റും കിട്ടും. അവസാനം വരെ നിന്ന ആര്യന് 9 പോയിന്റും കിട്ടും. സോ ഇതിനകത്ത് ആദ്യത്തെ ഒരു 5 റാങ്ക് വരെ ഉള്ളവർക്ക് നല്ല ചാൻസസ് ഉണ്ട് ഇനിയുള്ള ടാസ്കുകളിൽ കയറി വരാൻ. ഭയങ്കര ചാൻസ് ആണ്. ആര്യൻ ആദ്യത്തെ ടാസ്ക് ജയിച്ചത് കൊണ്ട് ഒന്നും ആയിട്ടില്ല. 5 പോയിന്റ്, അതായത് ആദില, അനുമോള്, നൂറ, സാബു, ആര്യൻ, ഈ 5 പേര് മെജോറിറ്റി ടാസ്കുകളിൽ ഈ പറഞ്ഞ പോലെ ഒരു 7 പോയിന്റ്, 8 പോയിന്റ്, 6 പോയിന്റ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും ഇത് മറിയാം ഗെയിം. സോ ടിക്കറ്റ് ടു ഫിനാലയുടെ ഒരു പ്രത്യേകത അതാണ്. അടുത്ത ഏതെങ്കിലും ഒരു ടാസ്കിൽ ഈ 5 പേരിൽ ഒരാൾ ഫസ്റ്റോ സെക്കൻഡോ വന്നാൽ കളി വീണ്ടും മാറും. കാരണം ഈ ആദ്യം 1, 2, 3 പോയിന്റ് ഒക്കെ കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, അവരാരെങ്കിലും ടാസ്കിൽ വിൻ ചെയ്താലും ഇപ്പോൾ ഈ ആദ്യത്തെ 5 വന്നില്ലേ, അവർ 5 പോയിന്റ് വരെ കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, അവർ ഒരു രണ്ടാമതോ മൂന്നാമതോ ഒക്കെ വന്നാൽ കൂടി അവർക്ക് പോയിന്റ്സിൽ നല്ല ഡിഫറൻസ് വരും. സോ എന്തായാലും നമുക്ക് ഈ ഒരു ഫസ്റ്റ് ടാസ്ക് ആര്യൻ ഗംഭീരമായിട്ട് കളിച്ചു കേട്ടോ. 3, 3:30 മണി, 4 മണി വരെയൊക്കെ നിന്നു, ഇതേ നിപ്പ് നിന്നു. ആര്യൻ നന്നായിട്ട് കളിച്ചു. അതുപോലെ തന്നെ സാബു നന്നായിട്ട് കളിച്ചു. ആര്യൻ സാബുവിനെ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. സാബു അറിയാതെ ഒരു കൈ എടുത്ത് പോയിട്ടാണ് സാബു പുറത്താവുന്നത്, ഇല്ലെങ്കിൽ സാബു നിന്നനെ. സോ അങ്ങനെയാണ് സാബു പോയത്. അനുമോളും അതുപോലെ നൂറയും ഒക്കെ തളർന്ന് മതിയാക്കി പോയതാണ്. അനുമോക്ക് 6 പോയിന്റ്, നൂറയ്ക്ക് 7 പോയിന്റും കിട്ടി. നൂറയൊക്കെ മാക്സിമം നിന്ന് കേട്ടോ. 1:30, 2 മണി വരെയൊക്കെ നൂറയൊക്കെ നിന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഈ കൈ മടക്കിയെന്നും പറഞ്ഞും കൊണ്ട് വളരെ തറ ഗെയിം നെവിൻ കളിച്ചു. അനുമോള് കൈ മടക്കി എന്ന് പറഞ്ഞിട്ട് നെവിൻ കടന്ന് ഭയങ്കര പട്ടി ഷോ കാണിച്ചേ. ഇതേപോലെയാണ് പിന്നീട് കൈ മടക്കിയാണ് അവിടെ ആര്യൻ നിന്നത്, അവിടെ നമ്മുടെ സാബു നിന്നത്. എല്ലാവരും അനുമോള് നിന്ന് അതേ സ്ട്രാറ്റജിയിലാണ് നിന്നത്. പക്ഷെ അനുമോള് നിന്നാൽ മാത്രം നെവിൻ്റെ കുരു പൊട്ടും. ഭയങ്കര ബോറായിട്ട് വരികയാണ് നെവിൻ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരാളെ പുറകെ നടന്ന് അനാവശ്യമായിട്ട് ബുള്ളി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അനുമോൾക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടുന്നതും നെവിന് അത് കുറയുന്നതും. കാരണം അനാവശ്യമായിട്ട് അനുമോള് നിന്നപ്പോൾ നെവിൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അനുമോള് കൈ മുടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ നിന്നപ്പോൾ വായിക്കകത്ത് കൊഴുക്കട്ടയായിരുന്നു പറയാനായിട്ട്. അതായത് ആര്യനും സാബുവും ഒക്കെ കൈ മടക്കുന്നപ്പോൾ കൊഴുക്കട്ടയായിരുന്നു പറയാൻ. മനസ്സിലായോ? ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അവിടെ നെവിൻ കാണിക്കുന്നുണ്ട്. എന്തായാലും ടാസ്ക് ഗംഭീരമായിട്ട് കളിച്ച ആര്യനും സാബുവിനും അഭിനന്ദനങ്ങൾ. ഏറ്റവും നന്നായിട്ട് ട്രൈ ചെയ്ത അനുമോള്, നൂറ അടിപൊളിയായിട്ട് ചെയ്തു. നൂറ, ആദില എന്നിവർക്കും അഭിനന്ദനങ്ങൾ.